കൊട്ടാരക്കര താലൂക്കിലെ എളമാട് പഞ്ചായത്തിലാണ് തോട്ടത്തറ ഹാച്ചറി കോംപ്ലക്സ് സ്ഥിതി ചെയ്യുന്നത്. ഇത് 2014 ആരംഭിച്ചത്. അന്ന് മൃഗസംരക്ഷണ വകുപ്പിന്റെ അധീനതയിലായിരുന്നു. 2015 ജില്ലാ പഞ്ചായത്തിലേക്ക് വിട്ടുകൊടുത്തു. ആദ്യമൊക്കെ നമ്മൾ ഹസർഗട്ടയിൽ നിന്നും ചെത്തിച്ചലിൽ നിന്നുമൊക്കെ പേരന്റ് സ്റ്റോക്കിന്റെ മുട്ട കൊണ്ടുവന്ന് വിരിയിച്ച് ഹാച്ചറിയിൽ വിരിയിച്ച് ഡയോൾഡ് ചിക്സിനെ വിതരണം ചെയ്യുന്നത് മാത്രമേ ചെയ്തിരുന്നുള്ളൂ. അതിനുശേഷം 2020 കൂടിയാണ് വിവിധ ഷെഡുകൾ 12ഓളം ഷെഡുകൾ RKVA പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ചത്. അപ്പോൾ 35,000-ഓളം ചതുരശ്രടി സ്ഥലത്ത് 12 ഷെഡുകൾ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. അവിടെ ഏകദേശം 10,000-ഓളം പേരന്റ് സ്റ്റോക്കിനെ വളർത്താനായിട്ട് നമുക്ക് പറ്റും 12 ഷെഡുകളിലായിട്ട്. കൂടാതെ ഒരു ബ്രോഡർ ഷെഡും കൂടെ ഉണ്ട്. അത് 1000 ചിക്സിനെ ബ്രോഡ് ചെയ്യാനുള്ള സൗകര്യവും ഉണ്ട്. പിന്നീട് 2020 തൊട്ടുള്ള വിവിധ ജില്ലാ പഞ്ചായത്തിൻ്റെ വിവിധ പദ്ധതികളിൽ വെച്ചാണ് ഹാച്ചറിയുടെ വിപുലീകരണം നടത്തിയത്. 2025 ഫീഡ് മില്ലിന് ഇനോഗ്രേഷൻ ഉണ്ടായിരുന്നു. അതിന് മുമ്പ് തന്നെ ബ്രൂഡർ ഷെഡ് നിർമ്മിച്ചു. 80 സെന്റോളം സ്ഥലത്ത് തീറ്റപ്പുൽ കൃഷി ചെയ്യുന്നുണ്ട്. തോട്ടത്തറ ഹാച്ചറിയിൽ 12ഓളം ഷെഡുകളുണ്ട്. അതിൽ 7ഓളം ഷെഡുകളിൽ പേരന്റ് സ്റ്റോക്കുണ്ട്. പേരന്റ് സ്റ്റോക്കുകളുടെ മുട്ട എല്ലാ ദിവസവും കളക്ട് ചെയ്ത്, അതായത് ദിവസം 3 നേരം കളക്ട് ചെയ്ത്, രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് 3 നേരം കളക്ട് ചെയ്ത് ഹാച്ചറിയിൽ എത്തിച്ച് ക്ലീൻ ചെയ്ത് കൂളിംഗ് റൂമിൽ വെച്ചിട്ട് അത് സോർട്ട് ചെയ്യുന്നു പറഞ്ഞാൽ 4 ആയിട്ട് സോർട്ട് ചെയ്യുന്നുണ്ട്. ഹാച്ച് എഗ്, ടേബിൾ എഗ്, അണ്ടർ എഗ്, ചിക്കൻ, അങ്ങനെ 4 ആയിട്ട് സോർട്ട് ചെയ്യുന്നു. ഹാച്ച് എഗ്ഗാണ് നമ്മൾ ഇരിക്കാനായിട്ട് ഇൻക്യുബേറ്ററിലേക്ക് മാറ്റുന്നത്. അങ്ങനെ ആ കളക്ട് ചെയ്യുന്ന എഗ്ഗുകൾ ആഴ്ചയിൽ ഒരു ദിവസം, അതായത് വ്യാഴാഴ്ച സെറ്ററിലേക്ക് മാറ്റും. ഇത് സെറ്ററിലാണ് നമ്മൾ മുട്ട വയ്ക്കുന്നത്. അപ്പോൾ ഇത് 30,000 കപ്പാസിറ്റിയാണ് ഒരു സെറ്ററിൻ്റെ കപ്പാസിറ്റി. അത് സെറ്റർ നമ്മൾ ആദ്യമായിട്ട് മുട്ട വയ്ക്കുന്ന ഇതിലാണ്. ഇതിപ്പോൾ ഒരു സെറ്ററിൽ 15,000 മുട്ട വയ്ക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് നമുക്ക് ഇതിലേക്ക് ലോഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് 3 ബാച്ചായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. A, B, C എന്ന 3 ബാച്ചായിട്ട് ചെയ്യുന്നത്. അപ്പോൾ 2 ബാച്ച് ആൾറെഡി ഇതിനകത്ത് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ പുതിയ ബാച്ച് ഇതിലേക്ക് ലോഡ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ 3 ബാച്ചായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ എയില് മുട്ടയാണ് നമ്മുടെ അടുത്ത് ഹാച്ചറിലേക്ക് കഴിഞ്ഞ ദിവസം മാറ്റിയത്. ആ കുഞ്ഞാണ് ഇന്ന് വിരിയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് കുഞ്ഞ് ഔട്ടാവുന്ന സ്ഥാനത്ത് ആ എ തന്നെ വീട്ടിൽ നമ്മൾ വെക്കുകയാണ്. ബിയും സിയും ഫുള്ളാണ്. മൂന്ന് ബാച്ച് മുട്ടയാണ് ഇതിലേക്ക് വെക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ ബാച്ചിലും മുട്ടയും ഇതുപോലെ ഡേറ്റ് എഴുതി വെക്കും. ഓരോ മണിക്കൂർ ഇടവിട്ടും മിഷൻ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓട്ടോമാറ്റിക് റൊട്ടേഷൻ. ഹാച്ചറിലേക്ക് മാറ്റി 3 ദിവസം കഴിഞ്ഞുള്ളതാണ്. 21 ദിവസമാണ്. ഈ മുട്ട വിരിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. ഇനി ഈ 3 ചിക്സിനെ നമ്മൾ സെക്സ് ചെയ്യുന്നുണ്ട്. ലിംഗനിർണ്ണയം നടത്തി ഹാച്ചറിയിൽ നിന്ന് കൊണ്ടുവരുന്ന കോഴിക്കുഞ്ഞുങ്ങളെ ഇവിടെ വെച്ചാണ് ലിംഗനിർണ്ണയം നടത്തുന്നത്. 2 മെത്തേഡിലാണ് നമ്മൾ ചിക്സിനെ ലിംഗനിർണ്ണയം നടത്തുന്നത്. ലിംഗനിർണ്ണയം നടത്തി മെയിൽ ചിക്സിനെ ഇങ്ങോട്ട് ഈ ട്രെയിനിലേക്ക് ഇടുകയാണ്. ഫീമെയിൽ ചിക്സിനെ ആ ട്രെയിനിലേക്ക് ഇടുകയാണ്. ഫീമെയിൽ ചിക്സിനെ നമ്മൾ 25 രൂപ നിരക്കിലാണ് വിൽക്കുന്നത്. മെയിൽ ചിക്സിനെ നമ്മൾ ഒരെണ്ണത്തിന് 5 രൂപ നിരക്കിലാണ് വിൽക്കുന്നത്. പേരന്റ് സ്റ്റോക്കിനെ യൂണിവേഴ്സിറ്റി ലൈഫ് സ്റ്റോക്ക് ഫാം മണ്ണുത്തിയിൽ നിന്നാണ്
വാങ്ങിക്കുന്നത്. അത് ഡേ ഓൾഡിനെ തന്നെ വാങ്ങിച്ചിട്ട് നമ്മളിവിടെ ബ്രൂഡ് ചെയ്ത് 8 ആഴ്ച ബ്രൂഡ് ചെയ്ത് പിന്നെ അടുത്ത സ്റ്റേജിൽ ഗ്രോവർ സ്റ്റേജിൽ വളർത്തി ലെയർ ഒരു 5 മാസമൊക്കെ ആകുമ്പോഴത്തേക്കാണ് അതിൻ്റെ മുട്ട എടുത്ത് തുടങ്ങുന്നത്. 6 മാസമൊക്കെ ആകുമ്പോഴത്തേക്കാണ് ഹാച്ചറിയിലേക്ക് മുട്ട എടുക്കാൻ തുടങ്ങുന്നത്. വാക്സിനേഷനാണ് കൊടുക്കുന്നത്. അത് 0.2 ml സബ്കട്ടായിട്ടാണ് കൊടുക്കുന്നത്. അങ്ങനെ വാക്സിൻ കൊടുത്ത ചിക്സിനെയാണ് നമ്മൾ ഡേ ഓൾഡിൽ ഇവിടെ ബ്രൂഡ് ചെയ്യുന്ന ചിക്സിന് നമ്മൾ പാക്കി വാക്സിൻ എടുക്കാറ്. 7ാമത്തെ ദിവസം ആദ്യത്തെ അത് ഒരു കൊച്ചു മുക്കി ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് IPV 14 കൊടുക്കും. വീണ്ടും ലെസോട്ട 21 കൊടുക്കും. പിന്നെ IPV 28 കൊടുക്കും. RTD 45 ദിവസം ആകുമ്പോൾ കൊടുക്കും. ആദ്യക്ക് 120 ദിവസം ആകുമ്പോൾ കൊടുക്കും. ആദ്യക്ക് മാത്രമാണ് പിന്നീട് ഇഞ്ചക്ഷനായിട്ട് കൊടുക്കുന്നത്. സബ്സെറ്റായിട്ട് 0.5 ml കൊടുക്കും. ബാക്കി നേരത്തെ പറഞ്ഞ വാക്സിനെല്ലാം കുടിക്കുന്ന വെള്ളത്തിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഷെഡ് 7 തുറക്കുന്നത്. ഇവിടെ കാവേരി ബ്രീഡ് കോഴികളാണ് ഇതിലുള്ളത്. പല നിറത്തിലാണ് ഇത് കാണുന്നത്. 195 ദിവസം പ്രായമായ കോഴികളാണ് ഇപ്പോൾ ഇതിലുള്ളത്. ഇതിൻ്റെ ഹാച്ച് ഡേറ്റ് എന്ന് പറയുന്നത് 27/12/24 ഏകദേശം 1 മാസമായിട്ട് ഇവയുടെ മുട്ടകൾ നമ്മൾ ഹാച്ചറിയിലേക്ക് പിരിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. കോഴികളാണ് ഇത്. ഗ്രാമശ്രീ ബ്രീഡിൽപ്പെട്ട കോഴികളാണ്. ഏകദേശം 800 കോഴികളുണ്ട്. ഇതും നമ്മൾ 1 മാസമായിട്ട് ഇതിൻ്റെ മുട്ടകൾ ഹാച്ചറിയിലേക്ക് വിരിക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പേരന്റ് സ്റ്റോക്കിന് ഇടുന്നത് ഒരു മെയിലിന് 10 ഫീമെയിൽ എന്നുള്ള കണക്കിൽ ആണ്. 1:10 റേഷ്യോയിലാണ് മെയിലും ഫീമെയിലും നമ്മൾ ഷെഡിൽ ഇട്ടിരിക്കുന്നത്. ഇവിടെ വളർത്തുന്ന കോഴികൾക്ക് തീറ്റ നമ്മൾ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈ വർഷമാണ് ഇത് പ്രവർത്തനം ആരംഭിച്ചത്. ജില്ലാ പഞ്ചായത്താണ് ഇത് സ്ഥാപിച്ചത്. ഫീഡ് മില്ല് 1 മണിക്കൂറിൽ 1000 കിലോ ഉൽപ്പാദിപ്പിക്കാൻ കപ്പാസിറ്റി ഉള്ള ഫീഡ് മില്ലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. നമ്മൾ ഗ്രോവർ ഫീഡ്, ചിക്മാഷ ഗ്രോവർ ഫീഡ്, ലെയർ ഫീഡ് 3 ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇപ്പം ഇവിടെയുള്ള കോഴികൾക്ക് മാത്രമേ നമ്മൾ തീറ്റ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. ഇനി ഭാവിയിൽ നമ്മളിവിടുന്ന് സെയിൽ ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്കുള്ള തീറ്റയും കൂടെ കുഞ്ഞുങ്ങൾക്കൊപ്പം തന്നെ തീറ്റയും കൂടെ സെയിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നു. ഇതാണ് PLC എന്ന് പറയുന്നത്. നമ്മുടെ ബാച്ച് വെയിങ് സിസ്റ്റമാണ്. ഫീഡ് മില്ലിനെ കൺട്രോൾ ചെയ്യുന്നത് നമ്മൾ ഈ മെഷീൻ ഉപയോഗിച്ചിട്ടാണ് ഫീഡ് മില്ലിനെ കൺട്രോൾ ചെയ്യുന്നത്. ഇത് പ്രധാനമായിട്ട് നമുക്ക് ഇതിനകത്ത് വരുന്നത് 4 ടാങ്കുകളാണ്. നമ്മൾ ഇതിനകത്ത് ബേസ്, അതായത് ചോളം, തവിട്, സോയ, അങ്ങനെ 3 മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ലെയർ എന്ന് പറഞ്ഞ ലെയർ മാഷാണ്, ഫീഡാണ് ചെയ്യുന്നത്. ഈ കാണുന്ന M1 എന്ന് പറഞ്ഞ ടാങ്കിനകത്ത് ഇടുന്നതെന്ന് പറയുമ്പോഴത്തേന് മെയ്സാണ്. 97.600 ഗ്രാമാണ് ഒരു ബാച്ചിൽ നമ്മൾ ഉപയോഗിക്കുന്ന ബേസ്. അതായത് 200 കിലോയാണ് നമ്മൾ ഒരു ബാച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത് വരുന്നത് സോയാബീനാണ്, അതായത് സോയയാണ്. അതായത് 44.8 കിലോയാണ് ഒരു ബാച്ചിൽ വരുന്നത്. മൂന്നാമത് M3 എന്ന് പറഞ്ഞ ടാങ്കിനകത്ത് വരുന്നത് DURB ആണ്, അതായത് തവിട് എന്ന് പറയും. 34.600 ഒരു ബാച്ചിന് നമ്മൾ ഉപയോഗിക്കുന്ന തവിട്. മെറ്റീരിയൽസ് ടാങ്കിലേക്ക് ലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ മെറ്റീരിയൽ ടാങ്കിലേക്ക് ലോഡ് ചെയ്യാണ്. എന്നിട്ട് ആദ്യമായിട്ട് പ്ലാന്റിലേക്ക് എലിവേറ്റർ ഓൺ ചെയ്ത് ടാങ്കിലേക്ക് മെറ്റീരിയൽ ലോഡ് ചെയ്യാം. അതുകൊണ്ട് ഇതാണ് ഫ്രഷ് ചോളമാണ് ഫസ്റ്റ് ആയിട്ട് ആദ്യം നമ്മൾ ചോളം ഇട്ടായിരുന്നു. ഇത് നമ്മളെ സോയാബീനാണ്. നമ്മൾ രണ്ടാമതിരുന്ന സോയാബീനാണ്. പൊടിഞ്ഞു വരുന്ന തീറ്റ ഈ ഔട്ട്ലെറ്റ് കൂടിയാണ് വരുന്നത്. 50 കിലോ വീതം നമ്മളൊരു ചാക്കിൽ ശേഖരിച്ച് അത് മാനുവലായിട്ട് സ്റ്റിച്ച് ചെയ്ത് ആണ് സ്റ്റോർ ചെയ്യുന്നത്.